ബയോമോളിക്യൂൾസ്. അപ്പോൾ എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ കാണുന്ന മോളിക്യൂൾസ് ആണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അത് കാർബൺ കണ്ടന്റ് ഉള്ള മോളിക്യൂൾസ് ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ എന്തൊക്കെ മോളിക്യൂൾസ് വരുന്നുണ്ടോ അതിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. Biomolecules are chemical compounds found in living organism and this include organic and inorganic molecules. അതിൽ organic molecules ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ inorganic molecules ഉണ്ടായിരിക്കും. Organic molecules എന്ന് പറയുമ്പോൾ കാർബൺ കണ്ടന്റ് ഉള്ള മോളിക്യൂൾസ്, ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻസ്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ലിപ്പിഡ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, ഓർഗാനിക് മോളിക്യൂൾസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ളതൊക്കെ എന്താണ്, ഇനോർഗാനിക് മോളിക്യൂൾസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഓർഗാനിസത്തിലുള്ള ഈ കെമിക്കൽ കോമ്പോസിഷൻ അറിയാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ ഈ പറയുന്ന കാർബൺ ഉണ്ട്, അതേപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ പൊളിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. ഈ സാധനം ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ കാർബൺ ഉണ്ട്, അതേപോലെ തന്നെ ഷുഗർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇല്ല? അത് നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ ഇൻ എ ടിഷ്യൂ. ഒരു ടിഷ്യൂയിലെ കെമിക്കൽ കോമ്പോസിഷൻ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒരു ലിവിങ് ടിഷ്യൂയിലെ കെമിക്കൽ കോമ്പോസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ ലിവിങ് ടിഷ്യൂ എടുക്കും. ആ ലിവിങ് ടിഷ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ആനിമലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആണ് അറിയുന്നതെങ്കിൽ നമ്മൾ ആനിമൽ ടിഷ്യൂ എടുക്കണം, അല്ലേ? ഇനി അഥവാ ഒരു പ്ലാന്റിൻ്റെ ആണ് അറിയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ആ പ്ലാന്റ് ടിഷ്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ പീസ് ആ ലിവിങ് ടിഷ്യൂ എടുക്കുക. പ്ലാന്റ്സ് ആണെങ്കിൽ വെജിറ്റബിൾസിൻ്റെയോ അല്ലെങ്കിൽ ലീഫിൻ്റെയോ ഒരു ചെറിയൊരു പീസ് എടുക്കുക. ആനിമൽസ് ആണെങ്കിൽ ഏത് ടിഷ്യൂ ആണെങ്കിലും ഇപ്പോൾ ലിവറിൻ്റെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ആ ടിഷ്യൂവിനെ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്, ഏതിലാണ്? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഒഴിച്ചിട്ട് അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. പിസ്റ്റലും മോട്ടാറും വെച്ചിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്യുക. ഇതാണ് പിസ്റ്റലും മോട്ടാർ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ മെഡിസിനൊക്കെ പരസ്യത്തിൽ കാണാനുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് പിസ്റ്റലും മോട്ടാർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യുക. ആ ടിഷ്യൂവിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് ഒരു ചീസ് ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുക. അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് രണ്ട് പോർഷൻസ് ആയിട്ട് കിട്ടും. ഒരു ആസിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫിൽട്രേറ്റും കിട്ടും, അതേപോലെ തന്നെ അത്ര സൊല്യൂബിൾ അല്ലാത്ത എന്തും കിട്ടും, റെറ്റൻറ്റേറ്റും കിട്ടും. സോ ഗ്രൈൻഡ് എ ലിവിങ് ടിഷ്യൂ ദാറ്റ് മേ ബി എ വെജിറ്റബിൾ ഓർ എ പീസ് ഓഫ് ലിവർ ഇൻ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ടു ഗെറ്റ് എ തിക്ക് സ്ലറി. ഒരു തിക്ക് ആയിട്ടുള്ള സ്ലറി നമുക്ക് അതിനെ ഇങ്ങനെ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആൻഡ് ദെൻ സ്ട്രെയിൻ ദിസ് ത്രൂ എ ചീസ് ക്ലോത്ത് ഓർ cotton to get two fractions such as a filtrate, that is acid soluble pool, and a retentate, that is acid insoluble pool. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂവിനെ നന്നായി ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിക്ക് സ്ലറി കിട്ടുമെന്ന് പറഞ്ഞു. അതിനെ ചീസ് ക്ലോത്ത് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പോർഷൻസ് കിട്ടും. ഒരു ഫിൽട്രേറ്റും അതേപോലെ തന്നെ ഒരു റെറ്റൻറ്റേറ്റും കിട്ടും. ആ ഫിൽട്രേറ്റിനെ നമ്മൾ ആസിഡ് സൊല്യൂബിൾ പൂൾ എന്നാണ് പറയുക. ആ ഫിൽട്രേറ്റിൽ ആസിഡ് സൊല്യൂബിൾ പൂൾ ആയിരിക്കും, മറ്റേത് ആസിഡിൽ സൊല്യൂബിൾ ആവാത്തതാണല്ലോ, അപ്പോൾ അതിനെ റെറ്റൻറ്റേറ്റും ആയിരിക്കും. അത് ആസിഡ് ഇൻസൊല്യൂബിൾ പൂളിലാണെന്ന് പറയാം. ഓക്കെ, സോ ആസിഡ് സൊല്യൂബിൾ പൂൾ, ആസിഡ് സൊല്യൂബിൾ പൂളിൽ മൈക്രോ മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മൈക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 to 800 ഡാൾട്ടൺ, 18 to 800 ഡാൾട്ടണിൻ്റെ ആ ഒരു റേഞ്ചിൽ വെയിറ്റ് വരുന്ന, മോളിക്കുലാർ വെയിറ്റ് വരുന്ന സബ്സ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുക? മൈക്രോ മോളിക്യൂൾസ് എന്ന് പറയാം. 18 to 800 ഡാൾട്ടൺ, അതായത് 1000 ഡാൾട്ടണിനേക്കാളും താഴെ വരുന്ന മോളിക്യൂൾസ് ആണ് ആര്? മൈക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എന്നാൽ 10,000 ഡാൾട്ടണിനേക്കാളും മുകളിൽ വരുന്ന മോളിക്യൂൾസ് ആണ് മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 10,000 ഡാൾട്ടണിനേക്കാളും മുകളിൽ വെയിറ്റ് വരുന്നവരാണ്. സോ എ ഫിൽട്രേറ്റ് ദാറ്റ് ഈസ് ആസിഡ് സൊല്യൂബിൾ പൂൾ. ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ആസിഡ് സൊല്യൂബിൾ പൂൾ എന്നും റെറ്റൻറ്റേറ്റിനെ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആസിഡ് ഇൻസൊല്യൂബിൾ പൂൾ എന്ന് പറയും. ഈ ഫിൽട്രേറ്റിൽ എന്താ ഉണ്ടാവുക? അതായത് ആസിഡ് സൊല്യൂബിൾ പൂളിൽ എന്താ ഉണ്ടാവുക? ദാറ്റ് കണ്ടെയ്ൻസ് ബയോ മൈക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളായിരിക്കും ഇതിലുണ്ടാവുക. മൈക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദേ ഹാവ് എ മോളിക്കുലാർ വെയിറ്റ് ലെസ് ദാൻ 1000
ഡാൾട്ടൺ. 1000 ഡാൾട്ടനേക്കാളും താഴെ മോളിക്കുലർ വെയിറ്റ് വരുന്നവരാണ് എന്തിലുണ്ടാവുക, ആസിഡ് സൊല്യൂബിൾ പൂളിൽ ഉണ്ടായിരിക്കും. അവര് ബയോ മൈക്രോ മോളിക്യൂൾസ് ആയിരിക്കും. ഇനി റെറ്റിനേറ്റ് എന്ന് പറയുന്നത് ആസിഡ് ഇൻസൊല്യൂബിൾ പൂളാണ് അല്ലേ. ഈ ആസിഡ് ഇൻസൊല്യൂബിൾ പൂളിൽ എന്തുണ്ടാവും പറഞ്ഞു, ബയോ മാക്രോ മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കൂടുതലുള്ളവരായിരിക്കും. അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 1000 ഡാൾട്ടനേക്കാളും മുകളിൽ വെയിറ്റ് വരുന്നവരെയാണ് എന്തെന്ന് പറയാ, മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ബയോ മൈക്രോ മോളിക്യൂൾസിനെ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഓരോ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ മൈക്രോ മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഷുഗർ ഉണ്ടോ, അല്ല അമിനോ ആസിഡ് പ്രസന്റ് ആണോ, ഇതിനൊക്കെ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് കൺഫർമേറ്ററി ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അത് നമ്മൾ ഓർഗാനിക് മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇനി ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസിന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നമ്മുടെ ബോഡിയിൽ ഓർഗാനിക് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ഉണ്ട്, ഇനോർഗാനിക് മോളിക്യൂൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ ഇനോർഗാനിക് മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നേരത്തേക്കാളും കുറച്ചും കൂടി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനോർഗാനിക് മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യുക. അത് ഭയങ്കര ഈസിയാണ്. ആദ്യം എന്ത് ചെയ്യുക, ഒരു ലിവിങ് ടിഷ്യൂ എടുക്കുക, ഒരു ചെറിയൊരു ലിവിങ് ടിഷ്യൂ എടുക്കുക. അപ്പോൾ ലിവിങ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ വാട്ടർ കണ്ടന്റ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അതിനെന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം. അതിന് മുന്നേ ആ ലിവിങ് ടിഷ്യൂവിൻ്റെ വെറ്റ് വെയിറ്റ് എടുക്കുക. വെറ്റ് വെയിറ്റ് മീൻസ് ഫസ്റ്റ് ഉണ്ടാവുന്ന അതിൻ്റെ ആ വാട്ടറി കണ്ടന്റോട് കൂടി തന്നെ എന്ത് ചെയ്യുക, വെയിറ്റ് എടുക്കുന്നതിനെയാണ് വെറ്റ് വെയിറ്റ് എന്ന് പറയുക. അപ്പോൾ ആദ്യം വെറ്റ് വെയിറ്റ് എടുക്കുക. അതിനുശേഷം ഇതിന് എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ഈ ലിവിങ് ടിഷ്യൂവിനെ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യും, ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പം പിന്നെ വെയിറ്റ് എടുക്കുക, ഡ്രൈ വെയിറ്റ്. അങ്ങനെ ഡ്രൈ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേനേക്കാൾ വെയിറ്റ് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ ടിഷ്യൂവിനെ എന്ത് ചെയ്യും, നമ്മൾ നന്നായിട്ട് കരിക്കും, അതായത് ബേൺ ചെയ്യും. അങ്ങനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആഷ് കിട്ടും അല്ലേ. ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഷാണ് കിട്ടുക. ഇനി ഈ ആഷിനെ എന്ത് ചെയ്താൽ മതി, ടെസ്റ്റുകൾ ചെയ്താൽ മതി. അതായത് അതിൽ മെഗ്നീഷ്യം ഉണ്ടോ, അതേപോലെ തന്നെ സൾഫർ ഉണ്ടോ, കാൽഷ്യം ഉണ്ടോ, ഇതിനൊക്കെ ഓരോ ടെസ്റ്റുകളുണ്ട്. കാൽഷ്യത്തിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഈ ആഷിൽ എന്തൊക്കെ ഇനോർഗാനിക് മോളിക്യൂൾസ് ആണ് ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനോർഗാനിക് മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, വെറ്റ് വെയിറ്റ് എടുത്ത് അതിനെ ഡ്രൈ ചെയ്തതിന് ശേഷം ആ ടിഷ്യൂവിനെ ബേൺ ചെയ്ത് ആഷ് ആക്കി ആ ആഷിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനോർഗാനിക് മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇനി ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് എലമെന്റ്സ് ഇൻ നോൺ ലിവിങ് ആൻഡ് ലിവിങ് മാറ്റർ. ലിവിങ് മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ലിവിങ് മാറ്റർ ആണ്. നോൺ ലിവിങ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ എർത്ത് ക്രസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ എലമെന്റ്സിന്റെ കമ്പാരിസൺ ആണ്. ലിവിങ് മാറ്ററും നോൺ ലിവിങ് മാറ്ററിലുമുള്ള ഓർഗാനിക് മോളിക്യൂൾസിന്റെയും അതേപോലെ തന്നെ ഇനോർഗാനിക് മോളിക്യൂൾസിന്റെ ഒക്കെ ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ പറയുന്നത്. സപ്പോസ് എലമെന്റ്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ നോക്കുമ്പോൾ 0.14% ആണ് എന്തുള്ളത്, ഹൈഡ്രജൻ ഉള്ളത്. അതേപോലെ ഹ്യൂമൻ ബോഡിയിൽ നോക്കുകയാണെങ്കിലോ 0.5% ഉണ്ട്. ഏതാ കൂടുതൽ, 0.14 ആണോ 0.5 ആണോ? 0.5 ആണ്. അതായത് എർത്ത് ക്രസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിവിങ് ബോഡിയിലാണ് എന്ത് കൂടുതൽ, ഹൈഡ്രജന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ എമൗണ്ട് കൂടുന്നത്. ഇനി അതേപോലെ തന്നെ കാർബൺ ടോട്ടൽ എർത്ത് ക്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 0.03% എന്തേ ഉള്ളൂ, കാർബൺ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബോഡിയിൽ നോക്കുമ്പോഴോ 18.5% ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ കൂടുതൽ ആര് വന്നു, കാർബൺ വന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ എവിടെയാണ് കൂടുതൽ, എർത്ത് ക്രസ്റ്റിലാണോ അത് നമ്മുടെ ബോഡിയിലാണോ? ബോഡിയിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ വരുന്നത്. ഓക്സിജന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ 46.6% ആണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 65% എന്താണ്, ഓക്സിജൻ ഉണ്ട്. അപ്പോഴും കൂടുതൽ എവിടെയാണ്, നമ്മുടെ ബോഡിയിലാണ്. ഇനി നൈട്രജൻ എർത്ത് ക്രസ്റ്റിൽ വളരെ കുറച്ചേ ഉള്ളൂ. റീസൺ നമുക്കറിയാം, വളരെ കുറച്ച് മാത്രമേ നൈട്രജൻ എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഹ്യൂമൻ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3.3% ആരുണ്ട്, നൈട്രജൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൾഫറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 0.03 ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 0.3 ആണ്. അവിടെയും കൂടുതൽ ഹ്യൂമൻ ബോഡിയിലാണ് കാണുന്നത്. സോഡിയം ആണെങ്കിൽ 2.8 ഉണ്ട്. പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ അത് 0.2 ആണ്. അത് കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ. ഇനി കാൽഷ്യം നോക്കുമ്പോൾ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ 3.6 ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 1.5% എന്താണ്,
കാൽഷ്യം ആണ്. ഇനി മഗ്നീഷ്യത്തിനെ നോക്കുകയാണെങ്കിലോ മാഗ്നീഷ്യം എന്ന് പറയുന്നത് 2.1 ആണ് നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ. 0.1 മാത്രമേ എവിടെയുള്ളൂ നമ്മുടെ ബോഡിയിൽ കാണുള്ളൂ. സിലിക്കൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ 27.7% സിലിക്കൺ പ്രസന്റ് ആണ്. പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ പറഞ്ഞ സാധനം ഇല്ല. ബയോ മൈക്രോ മോളിക്യൂൾസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഈ ബയോ മൈക്രോ മോളിക്യൂൾസ് ആസിഡ് സൊല്യൂബിൾ പൂളിലായിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 18 to 800 ഡാൾട്ടന്റെ ഉള്ളിലായിരിക്കും. The molecular weight of biomolecules or biomolecules found in the acid soluble pool ranges from 18 to 800 Dalton, and the acid soluble pool represents the cytoplasmic composition. ആസിഡ് സൊല്യൂബിൾ പൂളിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ സെല്ലിലെ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, അതിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഏതിലുണ്ടാവുന്നത്? ആസിഡ് സൊല്യൂബിൾ പൂളിൽ ഉണ്ടായിരിക്കുക. സൈറ്റോപ്ലാസത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അതിന്റെ കോമ്പോസിഷനാണ് നമ്മളുടെ ആസിഡ് സൊല്യൂബിൾ പൂളിൽ ഉണ്ടാവുക. ബയോ മൈക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 18 to 800 ഡാൾട്ടന്റെ ഇടയിലുള്ളതാണ് അവരുടെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. ഇവരെ കാണുന്നത് നമ്മുടെ ആസിഡ് ഇൻസൊല്യൂബിൾ പൂളിലാണ് ബയോ മൈക്രോ മോളിക്യൂൾസിനെ കാണുന്നത്. ബയോ മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ഷുഗേഴ്സ്, അതേപോലെ തന്നെ നൈട്രജൻ ബേസസ്. ഇതാണ് ബയോ മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾ. ഏതൊക്കെയാ? അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ഷുഗർ ആൻഡ് നൈട്രജനസ് ബേസസ്. ഇനി അമിനോ ആസിഡ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ദേ ആർ കോമ്പൗണ്ട്സ് ഫോംഡ് ഓഫ് ആൻ അമിനോ ഗ്രൂപ്പ്, an acid group and hydrogen and have a variable group. അമിനോ ആസിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതൊരു കാർബോക്സൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ആസിഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സൈൽ ഗ്രൂപ്പ് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു വാരിയബിൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കി നോക്കൂ, ഇത് ഒരു അമിനോ ആസിഡാണ്. ഇതിന്റെ ഒരു കാർബണിന് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ആർ ഗ്രൂപ്പ്. ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? വാരിയബിൾ ഗ്രൂപ്പാണ്. ബാക്കി എല്ലാതും സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഈ ആർ ഗ്രൂപ്പ് മാത്രം എന്ത് ചെയ്യും? മാറും. ഈ ആർ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് അമിനോ ആസിഡിന്റെ പേരും മാറും. ആർ ഗ്രൂപ്പ് ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ ഒരു അമിനോ ആസിഡ് ആണെങ്കിൽ അതിന് പകരം മീഥേൻ വന്നു കഴിഞ്ഞാൽ അമിനോ ആസിഡ് മാറി വേറെ അമിനോ ആസിഡ് ആവും. അപ്പോൾ ഈ ആർ ഗ്രൂപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചേഞ്ച് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. സോ amino acids are compounds formed of an amino group, an acid group and a hydrogen and a variable group or R group. The amino group and carboxyl group are attached to the same carbon atom. Amino groupum അതേപോലെ തന്നെ കാർബോക്സൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെയിം കാർബൺ ആറ്റത്തിലായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കാർബൺ ആറ്റത്തിലാണ് ഇവർ രണ്ടുപേരെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഒരു അമിനോ ഗ്രൂപ്പും അതേപോലെ തന്നെ കാർബോക്സൈൽ ഗ്രൂപ്പും. ആ കാർബണിനെയാണ് എന്തെന്ന് പറയാ? ആൽഫ കാർബൺ എന്ന് പറയാം. ആ സെയിം ആയിട്ടുള്ള ആ കാർബണിനെ പറയുന്ന പേരാണ് ആൽഫ കാർബൺ. അതുകൊണ്ട് തന്നെ ഈ അമിനോ ആസിഡിന് എന്തെന്ന് പറയും? ആൽഫ അമിനോ ആസിഡ് എന്ന് പറയും. കാരണം എന്താ? ആൽഫ കാർബണിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അമിനോ ഗ്രൂപ്പും അതേപോലെ തന്നെ കാർബോക്സൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ആൽഫ അമിനോ ആസിഡ്. ഇനി ഈ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ. എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മീഥേൻ എന്ന് പറയുമ്പോൾ എന്താ? CH4 ആണ്. ഒരു കാർബണിന് 4 വാലൻസി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അതിൽ 4ലും ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ എന്തായി? CH4 ആയി അല്ലെ. അപ്പൊ CH4 വന്നു കഴിഞ്ഞാൽ എന്താ? അത് മീഥേൻ ആണ്. ഇവിടെ ഈ ഒരു അമിനോ ആസിഡ് നോക്കൂ, ഇതൊരു കാർബൺ, അതിന് എത്ര വാലൻസി ഉണ്ട്? 4 വാലൻസി ഉണ്ട്. അതിൽ ഒന്നിന് ഹൈഡ്രജൻ തന്നെയുണ്ട്. ഒരു ഭാഗത്ത് ഒരു വാലൻസിയിൽ ആര് വരും? ഒരു അമിനോ ഗ്രൂപ്പ് വന്നു, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെയുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആരായിരിക്കുന്നത്? ഒരു അമിനോ ഗ്രൂപ്പാണ്. അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരാളുള്ളത്? ഒരു കാർബോക്സൈൽ ഗ്രൂപ്പാണ്. ഇനി ഈ ആർ ഗ്രൂപ്പ് അല്ലെ, അത് മാത്രമേ വാരിയബിൾ ഗ്രൂപ്പ് ഉള്ളൂ, അത് മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോഴും അവിടെയും വേറെ ഒരാളാണ് വരുന്നത് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഥേനിനെ എന്ത് ചെയ്തിട്ടുള്ള? മീഥേനിൽ കുറെ ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ
ആണ് ആരുണ്ടാകുന്നത്, ഒരു അമിനോ ആസിഡ് ഉണ്ടാകുന്നത്. ഈ ഒരു മീഥെയിനിൽ അമിനോ ഗ്രൂപ്പും കാർബോക്സൈൽ ഗ്രൂപ്പും അതേപോലെ തന്നെ വാരിയബിൾ ഗ്രൂപ്പും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നതുകൊണ്ടാണ് അതെന്തായി മാറിയത്, അമിനോ ആസിഡ് ആയിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻ ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഒരു അമിനോ ആസിഡിന് 4 വാലൻസി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒന്ന് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു ആർ ഗ്രൂപ്പ് അല്ലെങ്കിൽ വാരിയബിൾ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സപ്പോസ് ഈ ആർ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ആണ് വന്നതെന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ ആണ് വന്നതെങ്കിൽ അത് ഏത് അമിനോ ആസിഡ് ആയിരിക്കും, ആ അമിനോ ആസിഡിന്റെ പേരാണ് ഗ്ലൈസിൻ. ഹൈഡ്രജൻ ആണ് വന്നതെങ്കിൽ അത് ഗ്ലൈസിൻ ആവും. പകരം ഒരു മീഥൈൽ ഗ്രൂപ്പ് ആണ് വന്നതെന്ന് വിചാരിക്കാം. മീഥൈൽ ഗ്രൂപ്പ് ആണ് വന്നതെങ്കിൽ അതെന്താണ്, അലാനിൻ ആണ്. ആ അമിനോ ആസിഡിന്റെ പേര് അലാനിൻ ആണ്. ഇനി CH2OH ആണ് വന്നെങ്കിലോ, അപ്പൊ അതെന്തായി, അത് സെറൈൻ. അപ്പോൾ ആ ഒരു ആർ ഗ്രൂപ്പ് അല്ലെങ്കിൽ വാരിയബിൾ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് അമിനോ ആസിഡും മാറും. ഇവിടെ ആര് മാത്രമേ മാറിയിട്ടുള്ളൂ, ആർ ഗ്രൂപ്പിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. ആർ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് അമിനോ ആസിഡിന്റെ പേരും മാറും അല്ലെങ്കിൽ അമിനോ ആസിഡ് മാറും. ആർ ഗ്രൂപ്പിന്റെ അവിടെ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ ഗ്ലൈസിൻ, മിഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അലാനിൻ, CH2OH വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, സെറൈൻ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇതിന്റെ ഡയഗ്രാംസ് തന്നിട്ട് ഇത് ഏത് ആസിഡ് ആണ് അല്ലെങ്കിൽ ഇത് ഏത് അമിനോ ആസിഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത് നല്ലതുപോലെ പഠിച്ചിരിക്കണം. അമിനോ ആസിഡ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്, അമിനോ ആസിഡ്സ് ആണ്. ഒരുപാട് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആരാന്ന് പറയാം, amino acids ആണ് പറയാം. So 20 types of amino acids are used in protein synthesis. Protein synthesis ന് ടോട്ടൽ എത്ര ടൈപ്പ് അമിനോ ആസിഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, 20 types അമിനോ ആസിഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അമിനോ ആസിഡ്സ് ആർ ഓഫ് 3 types. അമിനോ ആസിഡ്സ് എത്ര ടൈപ്പ് ഉണ്ട്, 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, അസിഡിക് അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്. സപ്പോസ് ഈ ആർ ഗ്രൂപ്പിൽ ഒരു ആസിഡ് ആണ് വന്നതെങ്കിൽ, ഒരു അസിഡിക് ഗ്രൂപ്പ് ആണ് വന്നതെങ്കിൽ അതിന്റെ ആസിഡിക് നേച്ചർ കൂടും അല്ലെ, ആസിഡിസിറ്റി എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഇതെന്തായി, അസിഡിക് അമിനോ ആസിഡ് ആയി. ഇനി അതൊരു ബേസിക് ഗ്രൂപ്പ് ആണ് വന്നതെങ്കിലും അപ്പൊ അതിന്റെ ബേസിക് നേച്ചർ കൂടും. അപ്പൊ അത് ബേസിക് അമിനോ ആസിഡ് ആയി. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു ഗ്രൂപ്പാണ് വന്നതെങ്കിലും അവര് ന്യൂട്രൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ആയി. സോ അമിനോ ആസിഡ്സ് ആർ ഓഫ് 3 types. എത്ര ടൈപ്സ് ഉണ്ട്, 3 ടൈപ്പ് ഉണ്ട്. അസിഡിക് അമിനോ ആസിഡ്, basic amino acid and neutral amino acid. Acidic amino acid എക്സാമ്പിൾ ആണ് glutamic acid. അതേപോലെ തന്നെ basic amino acid എക്സാമ്പിൾ ആണ് ലൈസിൻ. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള amino acid എക്സാമ്പിൾ ആണ് വാലൈൻ. ചില amino acids എന്ന് പറയുന്നത് എങ്ങനെയാണ്, aromatic amino acids ഉണ്ട്. aromatic amino acids എക്സാമ്പിൾ ആണ് തൈറോസിൻ, ഫിനൈലാലനൈൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇതിനൊക്കെ എക്സാമ്പിൾസ് പഠിക്കണേ. അമിനോ ആസിഡ്സ് പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമുക്കറിയാം. അപ്പൊ ചില അമിനോ ആസിഡ്സ് നമുക്ക് ഫുഡിലൂടെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, ചിലത് നമുക്ക് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൻ്റെയൊക്കെ ബേസിൽ അമിനോ ആസിഡ്സിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡ്സ് നമുക്ക് ഡയറ്റിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ മാത്രമേ ആ അമിനോ ആസിഡ്സിനെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സോ, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ പ്രിപ്പയർഡ് ബൈ അവർ ഓൺ ബോഡി. അതിനെ ഉണ്ടാക്കുന്നത് ആര് തന്നെയാണ്, നമ്മളുടെ ബോഡിയിൽ തന്നെയാണ് ആ അമിനോ ആസിഡിനെ സിന്തസൈസ് ചെയ്തത്. സോ അമിനോ ആസിഡ്സ് ആർ 2 types, essential amino acids and non-essential amino acids. Essential amino acids cannot be synthesized by the body, that cannot be synthesized by our body, and it should be supplied through our diet. നമ്മുടെ ഡയറ്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ലൈസിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, ട്രിപ്റ്റോഫാൻ are examples of essential amino acids. ഇനി നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ദാറ്റ് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ അവർ ബോഡി. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരെ നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലൈസിൻ, അലനൈൻ, സെറൈൻ ആൻഡ് ആർജിനിൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. അമിനോ ആസിഡിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്.
അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും അതേപോലെ തന്നെ കാർബോക്സൈൽ ഗ്രൂപ്പും ഇവര് അയണൈസബിൾ നേച്ചർ കാണിക്കുന്നുണ്ട്. ഇവർക്ക് അയണൈസബിൾ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ ഈ അമിനോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ pH മാറുന്നതിനനുസരിച്ചിട്ട്, അതായത് ആ സൊല്യൂഷന്റെ pH മാറുന്നതിനനുസരിച്ചിട്ട് ആ അമിനോ ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിലും എന്ത് വരും, ചേഞ്ചസ് വരും. അപ്പൊ അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പിനും അതേപോലെ തന്നെ കാർബോക്സൈൽ ഗ്രൂപ്പും അയണൈസബിൾ നേച്ചർ ഉള്ളതാണ്. അങ്ങനെ അയണൈസബിൾ നേച്ചർ ഉള്ളതായതുകൊണ്ട് തന്നെ ആ ഒരു സൊല്യൂഷനിൽ അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ ആ സൊല്യൂഷന്റെ pH മാറുന്നതിനനുസരിച്ചിട്ട് അമിനോ ആസിഡിന്റെ സ്ട്രക്ചറിലും എന്ത് വരും, ചേഞ്ചസ് വരും. സോ ഇൻ അമിനോ ആസിഡ്, അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സൈൽ ഹാവ് അയണൈസബിൾ നേച്ചർ. സോ ദ സ്ട്രക്ചർ ഓഫ് ദ അമിനോ ആസിഡ് ചേഞ്ചസ് ഇൻ ദ സൊല്യൂഷൻ of different pH. If both amino group and carboxyl group are in ionized condition, then it is called Zwitter ion. ആ ഒരു കണ്ടീഷനെയാണ് എന്താ പറയുക, Zwitter ion എന്ന് പറയുക. അതായത് ഒരു അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും അതേപോലെ തന്നെ കാർബോക്സൈൽ ഗ്രൂപ്പും ചാർജ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് കാണുന്നതെങ്കിൽ അതിനെയാണ് Zwitter ions എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി നോക്ക്, ആദ്യത്തെ കേസിൽ നമ്മളുടെ അമിനോ ഗ്രൂപ്പാണ് ഇവിടെ ചാർജ്ഡ് ആയിട്ടുള്ളത്, കാർബോക്സൈൽ ഗ്രൂപ്പ് ചാർജ്ഡ് അല്ല. ഇനി ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ, അമിനോ ഗ്രൂപ്പ് ചാർജ്ഡ് അല്ല, എന്നാൽ കാർബോക്സൈൽ ഗ്രൂപ്പ് എന്താണ്, ചാർജ്ഡ് ആണ് അല്ലെ. അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഇതിൽ നോക്കി നോക്കൂ, ഈ ഒരു അമിനോ ആസിഡ് നോക്കി, ഇവിടെ അമിനോ ഗ്രൂപ്പിലും ചാർജ് ഉണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ കാർബോക്സൈൽ ഗ്രൂപ്പിലും എന്താണ്, ചാർജ് ഉണ്ട്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ്സും, അതായത് അമിനോ ഗ്രൂപ്പും അതേപോലെ തന്നെ കാർബോക്സൈൽ ഗ്രൂപ്പും ചാർജ്ഡ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയാ, Zwitter ions എന്ന് പറയുന്നത്. മനസ്സിലായോ? സെക്കൻഡ് മൈക്രോ മോളിക്യൂൾ ഈസ് ലിപ്പിഡ്സ്. Lipids are water insoluble micromolecules and it consists of carbon, hydrogen and oxygen, but the number of oxygen is comparatively less. So lipids are water insoluble compounds. Water insoluble ആയിട്ടുള്ളതാണ് ആര്, ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിൽ കാർബൺ ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, ഓക്സിജൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. And there are 3 types of lipids. First one is simple lipids, second one is compound lipid and the third one is derived lipids. So lipids are of 3 types: simple lipids, compound lipids and derived lipids. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്നിട്ടാണ് സിമ്പിൾ ലിപ്പിഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ദീസ് ആർ ഫോംഡ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇനി ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡ്സ് ആണ് വിത്ത് എ ഹൈഡ്രോകാർബൺ ചെയിൻ. സോ ഫാറ്റി ആസിഡ്സ് ആർ ലിപ്പിഡ്സ് വിത്ത് ഹൈഡ്രോകാർബൺ ചെയിൻ. ഫാറ്റി ആസിഡ് ഒരു ലിപ്പിഡ് ആണ്, അതിന് എന്തുണ്ടായിരിക്കും, ഒരു ഹൈഡ്രോകാർബൺ ചെയിൻ ഉണ്ടായിരിക്കും. അത് മീഥെയിൻ ആവാം, ഈഥൈൽ ഗ്രൂപ്പ് ആവാം, അതല്ല വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളാവാം. അതായത് ഹൈഡ്രോകാർബൺ ചെയിൻ ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കും, ഹൈഡ്രോകാർബൺ ചെയിൻ ഉണ്ടായിരിക്കും. പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് കാർബോക്സൈൽ ഗ്രൂപ്പിലായിരിക്കും. So fatty acids are lipids with a hydrocarbon chain ending in carboxyl group. End ചെയ്യുന്നത് കാർബോക്സൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പാൽമിറ്റിക് ആസിഡ്. പാൽമിറ്റിക് ആസിഡിന്റെ അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ആർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിന് എൻഡ് ചെയ്യുന്നത് ഒരു കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കാർബൺ ഉള്ള മീഥൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 കാർബൺ ഉള്ള ഈഥൈൽ ആവാം, അല്ലെങ്കിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആവാം. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും ഈ പറയുന്ന ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അത് എൻഡ് ചെയ്യുന്നത് ഇതിലായിരിക്കും, കാർബോക്സൈൽ ഗ്രൂപ്പിലായിരിക്കും. അതാണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ആസിഡിന് എന്താന്ന് പറഞ്ഞു, ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ടായിരിക്കും, അത് എൻഡ് ചെയ്യുന്നത് ഒരു കാർബോക്സൈൽ ഗ്രൂപ്പിലായിരിക്കും. ഇനി അതിന് എക്സാമ്പിൾസ് ആണ് പാൽമിറ്റിക് ആസിഡും അതേപോലെ തന്നെ അരാക്ഡോണിക് ആസിഡ് ഒക്കെ. പാൽമിറ്റിക് ആസിഡിന്റെ പ്രത്യേകത, ഈ കാർബോക്സൈൽ ഗ്രൂപ്പിന്റെ കാർബൺ ഉൾപ്പെടെ അതിൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്, 16 കാർബൺ ഉള്ളതാണ് പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അരാക്ഡോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ദിസ് കാർബോക്സൈൽ ഗ്രൂപ്പ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 20 കാർബൺസ്. അങ്ങനെ 20 കാർബൺ ഉള്ളത് അരാക്ഡോണിക് ആസിഡ്. 16 കാർബൺ ഉള്ള ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് പാൽമിറ്റിക് ആസിഡ്, അതേപോലെ തന്നെ 20 കാർബൺ ഉള്ളതിന് എക്സാമ്പിൾ ആണ് arachidonic acid എന്ന് പറയുന്നത്. Types of fatty acid. Fatty acids are of 2 types: saturated fatty acid and unsaturated fatty acid. Saturated fatty acid means they have no double or triple bond. അതായത് കാർബണിൽ എന്തുണ്ടായിരിക്കില്ല, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ലാത്തവരെയാണ് നമ്മൾ
സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയാം. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതലോ എന്തുണ്ടായിരിക്കും, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളതായിരിക്കും unsaturated fatty acid എന്ന് പറയുന്നത്. Fatty acids are of two types, saturated fatty acid and unsaturated fatty acid. Saturated fatty acids have no double bond or triple bond between the carbon atom. Example, palmitic acid, stearic acid. And in unsaturated fatty acid, they have one or more carbon-carbon double bond or triple bond. For example, oleic acid and arachidonic acids are example for unsaturated fatty acid. Next we are going to explain the structure of glycerol. Glycerol is also a simple lipid and this is the structure of glycerol. Glycerol is otherwise known as trihydroxypropane. It is otherwise known as trihydroxypropane. Propane means hydrocarbon with 3 carbon atom. 3 carbon atom ഉള്ള ഹൈഡ്രോകാർബണിനെയാണ് എന്തെന്ന് പറയാ, പ്രൊപ്പൈൻ എന്ന് പറയാം. ഇവിടെ 1 2 3 3 കാർബൺ ആറ്റം ഉണ്ട്. നോക്കി നോക്കൂ, അത് ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ ആണ്. എത്ര ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, എത്ര OH ഗ്രൂപ്പ് ഉണ്ട്, 3 ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 1 2 3 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് അതിനെ പ്രൊപ്പൈനും, ഇനി അതിനിടയിൽ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പ്രൊപ്പൈൻ അല്ലേ. ഇനി ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ, അതുകൊണ്ടാണ് അതിനെ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് glycerol. Glycerol is otherwise known as trihydroxypropane because it have 3 carbon atom and the hydrocarbon with 3 carbon atom is called propane and it also consists of 3 hydroxyl group, that is why it is known as trihydroxypropane. In some lipids we can see the association of fatty acid and glycerol. ചില ലിപ്പിഡ്സിൽ നമുക്ക് ഫാറ്റി ആസിഡിനെയും അതേപോലെ തന്നെ ഗ്ലിസറോളിനെയും കാണാൻ സാധിക്കും. ചിലതിൽ ഫാറ്റി ആസിഡ് മാത്രമായിരിക്കും ഉണ്ടാവുക, ചിലത് ഗ്ലിസറോൾ മാത്രമായിരിക്കും. എന്നാൽ ചിലതിൽ എങ്ങനെ കാണാൻ സാധിക്കും, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും വരികയാണെങ്കിൽ ദിസ് ഫാറ്റി ആസിഡ് എസ്റ്ററിഫൈഡ് വിത്ത് glycerol through ester bond. ആ ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ട് എന്ന് പറയുന്നത് എന്ത് ബോണ്ടാണ്, എസ്റ്റർ ബോണ്ടാണ്. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദ എലിമിനേഷൻ ഓഫ് 1 molecule ഓഫ് വാട്ടർ. ഇവിടെ നോക്കി നോക്കും, ഇത് ഗ്ലിസറോൾ ആണ് അല്ലെ, ട്രൈഹൈഡ്രോക്സിപ്രോപ്പൈൻ, അതായത് നമ്മുടെ ഗ്ലിസറോൾ. ഇതൊരു ഫാറ്റി ആസിഡ് ആണ്, ഒരു പാൽമിറ്റിക് ആസിഡ് ആണ്. അതിൽ എൻഡ് ചെയ്യുന്നത് കാർബോക്സൈൽ ഗ്രൂപ്പ് ആണ് അല്ലെ, കാർബോക്സിലിക് ആസിഡ് അല്ലേ. ഇപ്പൊ C ഡബിൾ ബോണ്ട് OH, COOH അല്ലെ, അതാണ് ആ കാർബോക്സിലിക് ആസിഡ്. ഇനി ഇവിടെയുള്ള ഈ OH ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡിന്റെ OH ഗ്രൂപ്പും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ഫോം ചെയ്യുന്നത്. So the fatty acids are esterified with the glycerol through ester bond and that leads to the formation of monoglycerides, diglycerides and triglycerides. Suppose ഇത് ഒരു ഗ്ലിസറോൾ ആണ്, ഇതൊരു ഫാറ്റി ആസിഡ് ആണ്. ഈ ഫാറ്റി ആസിഡും അതേപോലെ തന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ത് ബോണ്ടാന്ന് പറഞ്ഞു, എസ്റ്റർ ബോണ്ട്സ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ എസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലിസറോളിലെ OH ഗ്രൂപ്പും അതേപോലെ തന്നെ ഫാറ്റി ആസിഡിന്റെ കാർബോക്സൈൽ ഗ്രൂപ്പിൽ ഒരു OH ഉണ്ടല്ലോ, ആ OHും OHും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ഫോം ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട്, അതായത് ഈ ഗ്ലിസറോളും അതേപോലെ തന്നെ ഫാറ്റി ആസിഡും തമ്മിൽ എന്തുമായിട്ടുള്ള ഒരു കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഓക്സിജനുമായിട്ടുള്ള ഒരു കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഈ H2O എന്ത് ചെയ്തു, അതിൽ നിന്ന് റിമൂവ് ചെയ്ത് പോയി. അങ്ങനെയുള്ള ബോണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എസ്റ്റർ ബോണ്ട്സ് എന്ന് പറയുക. സോ ഒരു ഗ്ലിസറോൾ, 1 glycerol plus 1 fatty acid gives monoglyceride. 1 glycerol plus 2 fatty acid, then it is diglyceride, and 1 glycerol plus 3 fatty acid, then it is triglyceride. Okay, monoglyceride ആണ് ഈ കാണുന്നത്, ഇത് diglyceride, ഇത് triglyceride ആണ്. monoglycerideൽ ഒരു ഫാറ്റി ആസിഡ് ഉണ്ടാവുള്ളൂ, diglycerideൽ 2 ഫാറ്റി ആസിഡ് ഉണ്ട്, triglycerideൽ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ടായിരിക്കും. ഇനി ട്രൈഗ്ലിസറൈഡ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് കൺസിസ്റ്റ് ഓഫ് 3 ഫാറ്റി ആസിഡ്സ് അല്ലേ. അപ്പോൾ based on the melting point the lipids or the triglycerides are 2 types. melting pointന്റെ ബേസിൽ ലിപ്പിഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഫാറ്റും അതേപോലെ തന്നെ ഓയിലും. ഫാറ്റിന് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, എന്നാൽ ഓയിലിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിന്റെ ബേസിൽ ലിപ്പിഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫാറ്റ് ആൻഡ് ഓയിൽസ്. ഫാറ്റിന് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ഓയിൽ ആണെങ്കിൽ അതിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും.
സോ ഓയിൽസിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ് വിന്റർ സീസണിലും ഓയിൽസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജിഞ്ചലി ഓയിൽ, അത് വിന്റർ സീസണിലും അത് ഓയിൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. Compound lipids, these are the esters of fatty acid and alcohol with an additional group. Compound lipids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ ഫാറ്റി ആസിഡും ആൽക്കഹോളും ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ കൂടെ ഒരു അഡീഷണൽ ഗ്രൂപ്പും കൂടി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫോസ്ഫോലിപ്പിഡ്സ്, അതായത് ഒരു ലിപ്പിഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയാ, ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയാം. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡും ആൽക്കഹോളും ചേർന്നിട്ടാണ് ലിപ്പിഡ്സ് ഫോം ചെയ്യാൻ നമുക്കറിയാലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ലിപ്പിഡ്സിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്നു കഴിഞ്ഞാൽ അതെന്തായി, ഫോസ്ഫോലിപ്പിഡായി. ആൻഡ് ദാറ്റ് ഫോസ്ഫോലിപ്പിഡ് ഈസ് an example for a compound lipid. So compound lipids are esters of fatty acid and alcohols with an additional group. Example, phospholipids. Phospholipids consist of fatty acid, glycerol and phosphate, and they are found in the cell membrane. Phospholipids നമ്മുടെ cell membrane ലാണ് കാണുക. Example, lecithin. Lecithin is an example for phospholipid. Cell membrane സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സെൽ മെംബ്രെയിനിൽ ഒരു ലിപ്പിഡ് ബൈലെയർ നമുക്ക് കാണാൻ സാധിക്കും. ലിപ്പിഡിന്റെ ബൈലെയർ രണ്ട് ലെയേഴ്സ് ആയിട്ടായിരിക്കും ലിപ്പിഡ് കാണുന്നുണ്ടാവുക. അപ്പൊ അതിലുള്ള ഒരു ലിപ്പിഡാണ് ഇത് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. The third type of lipid is derived lipid. These are the products of hydrolysis of simple lipids and compound lipids. സിമ്പിൾ ലിപ്പിഡ്സും അതേപോലെ തന്നെ കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഹൈഡ്രലൈസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഇത് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. എക്സാമ്പിൾ കൊളസ്ട്രോൾ. അടുത്ത ബയോ മൈക്രോ മോളിക്യൂൾ ആണ് ഇത് ഷുഗേഴ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഷുഗേഴ്സിന്റെ പ്രത്യേകത എന്താ, ദേ ആർ സ്വീറ്റ് ആൻഡ് വാട്ടർ സോളിബിൾ കാർബോഹൈഡ്രേറ്റ്സ്. ഷുഗേഴ്സ് സ്വീറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആര്, ഷുഗേഴ്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് മീൻസ് ദ കോമ്പൗണ്ട്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഷുഗേഴ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, കാർബൺ ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, ഓക്സിജൻ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ആർ സീൻ ഇൻ ദ റേഷ്യോ 1:2:1. 1:2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഷുഗേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുക. എക്സാമ്പിൾ, ഗ്ലൂക്കോസ്, റൈബോസ്. ഗ്ലൂക്കോസ് ഈസ് an example for hexose sugar and ribose is an example for pentose sugar. Pentose means 5 carbon ഉള്ള ഷുഗർ ആണ്. റൈബോസ് എന്ന് പറയുന്നത് 6 carbon ഉള്ള ഷുഗർ ആണ് ഇത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. സോ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നോക്കി നോക്കൂ. ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് an example for hexose sugar and its molecular formula is C6H12 and O6. ഇനി റൈബോസ് ഷുഗറിന്റെ കേസിൽ നോക്കി നോക്കൂ. ഇറ്റ്സ് എ pentose sugar. Pentose sugar means it consists of 5 carbon. 1, 2, 3, 4 and 5. 5 carbon ആയിട്ടുള്ള ഷുഗർ ആണ് ഇത് pentose sugar എന്ന് പറയുന്നത്. And the fourth one is nitrogenous bases. Nitrogenous bases are the compounds having nitrogen. Nitrogen content ഉള്ള സബ്സ്റ്റൻസിനെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും, നമ്മളുടെ സെല്ലിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒന്നാണ് നൈട്രോജനസ് bases എന്ന് പറയുന്നത്. So these are the nitrogen containing cyclic compounds found in nucleic acids. Nitrogenous bases are nitrogen containing cyclic compounds. Cyclic ആയിട്ടുള്ള compounds ആണ്. അതിൽ എന്തുണ്ടായിരിക്കും, നൈട്രജൻ ഉണ്ടായിരിക്കും. And that are seen in nucleic acid. Nucleic acid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA, RNA പോലെയുള്ള സബ്സ്റ്റൻസിനെയാണ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയാം. ആ ന്യൂക്ലിക് ആസിഡ്സിൽ കാണുന്ന നൈട്രജൻ കണ്ടന്റ് ഉള്ള സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് അത് നൈട്രോജനസ് ബേസസ് എന്ന് പറയുന്നത്. And these nitrogenous bases are of two types, purines and pyrimidines. പ്യൂരിൻസിൽ ഇപ്പോൾ 2 ചെയിൻസ് കാണുന്നുണ്ടായിരിക്കും, 2 സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും പ്യൂരിൻസിൽ. പക്ഷെ പിരമിഡിൻസിൽ നോക്കിയാൽ അതിലൊരു സിംഗിൾ സൈക്ലിക് കോമ്പൗണ്ട് മാത്രമേ എന്തിലുണ്ടാവുള്ളൂ, പിരമിഡിൻസിൽ ഉണ്ടാവുള്ളൂ. പ്യൂരിൻസിന് എക്സാമ്പിൾ ആണ് adenine and guanine, and the example for pyrimidine is cytosine, thymine and uracil. അപ്പോൾ pyrimidine example ഏതൊക്കെയാ, cytosine, thymine and uracil are example for pyrimidine. ഇനി എന്താ ന്യൂക്ലിയോസൈഡ്സ് എന്ന് പറയാം. ന്യൂക്ലിയോസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നൈട്രോജനസ് ബേസസ് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് നൈട്രോജനസ് ബേസസ്. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, യൂറാസിൽ, ഇതൊക്കെയാണ് 5 നൈട്രോജനസ് ബേസസ്. നമ്മുടെ DNA-യിലും RNA-യിലും കാണുന്ന നൈട്രോജനസ് ബേസസ് ആണ് ഈ പറയുന്ന 5 എണ്ണം. ഇതിൽ DNA-യിൽ ആരൊക്കെ ഉണ്ടാവുള്ളൂ, അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ മാത്രമേ DNA-യിൽ ഉണ്ടാവുള്ളൂ. RNA ആണെങ്കിൽ RNA-യിൽ തൈമിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരും, യുറാസിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് ന്യൂക്ലിയോസൈഡ് എന്നാണ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുഗർ, ആ ഷുഗറിന് ഒരു നൈട്രോജനസ് ബേസ്, അതാണ് ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ഷുഗർ പ്ലസ് നൈട്രോജനസ് ബേസ്, അതിനെയാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോസൈഡ്സ് ആർ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ linking a nitrogenous base with a sugar.
This one is a ribose sugar, that is a pentose sugar, and that consists of a nitrogenous base called adenine. So adenine is the nitrogenous base that consists of a sugar, that is a pentose sugar, that is ribose. So nitrogenous base plus sugar gives nucleoside. For example, adenine plus a sugar. Adenine plus sugar is adenosine. Like that, guanine plus sugar gives guanosine. Cytosine plus sugar gives cytidine. Thymine plus sugar, thymidine. Uracil plus sugar, uridine. ഇതാണ് എന്തിന് എക്സാമ്പിൾ? ന്യൂക്ലിയോസൈഡ്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോസൈഡ്സിന് എക്സാമ്പിൾ ആണ് അഡിനോസിൻ, ഗുവാനോസിൻ, സൈറ്റിഡിൻ, തൈമിഡിൻ ആൻഡ് യൂറിഡിൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ന്യൂക്ലിയോസൈഡ്സിന് എക്സാമ്പിൾ. സോ ന്യൂക്ലിയോസൈഡ്സ് ആർ കോമ്പൗണ്ട്സ് ഹാവിംഗ് എ ഷുഗർ ആൻഡ് എ നൈട്രോജനസ് ബേസ്. ഇപ്പൊ ന്യൂക്ലിയോസൈഡ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ജസ്റ്റ് എന്ത് മാത്രമാണ്? നേരത്തെ പറഞ്ഞ ന്യൂക്ലിയോസൈഡ് ഇല്ലേ, അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടി വന്നു. ഓക്കെ, ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ന്യൂക്ലിയോടൈഡ് പറയുക. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നേരത്തെ പറഞ്ഞ ഷുഗർ ഉണ്ടായിരിക്കും, നൈട്രോജനസ് ബേസ് ഉണ്ടായിരിക്കും, പിന്നെ ആരുണ്ടായിരിക്കും? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടായിരിക്കും. അങ്ങനെ 3 ആൾക്കാർ ഉണ്ടായിരിക്കും ഏതില്? ന്യൂക്ലിയോടൈഡിൽ. നോക്കൂ. സോ ന്യൂക്ലിയോടൈഡ്സ് ആർ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ലിങ്കിങ് എ ന്യൂക്ലിയോസൈഡ്. Nucleoside consists of nitrogenous base and sugar with a phosphate. For example, nitrogenous base plus sugar plus phosphate is nucleotide. Example, adenine plus sugar plus a phosphate gives adenilic acid. Like that, guanine plus sugar plus phosphate gives guanilic acid. Cytosine plus sugar plus phosphate gives cytidinic acid. Thymine plus sugar plus phosphate gives thymidinic acid, and uracil plus sugar plus phosphate gives uridilic acid. So lic acid എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അവസാനിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ന്യൂക്ലിയോടൈഡ് ആണ്. INE-യിലാണ് അവസാനിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ INE എല്ലാം INE-യിലാണ് എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. INE-യിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് ന്യൂക്ലിയോസൈഡ്. ഇലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് അഡെനിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്, ലിക് ആസിഡ്, ലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ന്യൂക്ലിയോടൈഡ് ആണ്. So nucleotides are heterocyclic compounds and the nucleic acid, that is DNA and RNA, are made up of this nucleotides. Nucleotides ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഒരു ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. Nucleic acids are formed by the fusion of nucleotides. Our next topic is biomacromolecules. Macromolecules എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഡാൽട്ടനേക്കാളും മുകളിൽ മോളിക്കുലർ വെയിറ്റ് വരുന്ന മോളിക്യൂൾസിനെ, ബയോമോളിക്യൂൾസിനെയാണ് ബയോമാക്രോമോളിക്യൂൾസ് എന്ന് പറയുക. Biomolecules have a molecular weight greater than 1000 Dalton, and they include proteins, polysaccharides, nucleic acids, and they are seen in the acid insoluble fraction. Acid insoluble fraction ലാണ് ആരെ കാണുക? ഈ ബയോമാക്രോമോളിക്യൂൾസിനെ കാണാം. അവരുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 10,000 ഡാൾട്ടണിന് മുകളിലായിട്ടാണ് കാണുന്നത്. ഇനി ഇതില് ഈ ബയോമാക്രോമോളിക്യൂൾസ് കാണുന്നത് നമ്മൾ ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷനിൽ സെല്ലിന്റെ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, ആ സൈറ്റോപ്ലാസത്തിലുള്ള മാക്രോമോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിനുള്ളിലുള്ള ന്യൂക്ലിയസ്, അതിനുള്ളിലുള്ള ഓർഗനൽസ് ഉണ്ടാവുമല്ലോ, ആ സെൽ ഓർഗനൽസിനുള്ളിലുള്ള ബയോമാക്രോമോളിക്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷനിൽ സെൽ ഓർഗനൽസിനുള്ളിലുള്ള മാക്രോമോളിക്യൂൾസും അതേപോലെ തന്നെ സൈറ്റോപ്ലാസത്തിനുള്ളിലുള്ള മാക്രോമോളിക്യൂൾസും കാണാൻ സാധിക്കും. എന്നാൽ ആസിഡ് സോലിബിൾ പൂൾ ഉണ്ടല്ലോ, ബയോമൈക്രോമോളിക്യൂൾസ് കാണുന്ന ആ ഒരു ആസിഡ് ലിപിഡ് പൂളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സൈറ്റോപ്ലാസത്തിനുള്ളിലുള്ള ബയോമോളിക്യൂൾസിനെ ആയിരിക്കും, ബയോമൈക്രോമോളിക്യൂൾസിനെ ആയിരിക്കും കാണാൻ സാധിക്കുക. ക്ലിയർ? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ബയോ മൈക്രോമോളിക്യൂൾ ആണ്. പക്ഷേ ഇവരെ കാണുന്നത് ആസിഡ് ഇൻസോലിബിൾ പൂളിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഡ് ഇൻസോലിബിൾ പൂളിൽ കാണുന്നവരെല്ലാം തന്നെ ബയോ മാക്രോമോളിക്യൂൾസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലിപ്പിഡ് ബയോ മാക്രോമോളിക്യൂൾ ആണോ മൈക്രോമോളിക്യൂൾ ആണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. പക്ഷേ അവർ മൈക്രോമോളിക്യൂൾ ആണ്, കാരണം അവരുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 800 ഡാൾട്ടനേക്കാളും താഴെയാണ്. അപ്പോൾ അവരെന്താണ്? മൈക്രോമോളിക്യൂൾസ് ആണ്. പക്ഷെ അവരെവിടെയാണ് കാണുന്നത്? ആസിഡ് ഇൻസോലിബിൾ പൂളിലായിരിക്കും കാണുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ലിപ്പിഡ്സിനെ നമുക്ക് സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾസ് ആയിട്ട് പറയാൻ പറ്റില്ല. അവരുടെ മോളിക്കുലർ വെയിറ്റ് 800 ഡാൽട്ടനേക്കാളും താഴെയാണ്. ഇനി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലിപ്പിഡ്സ് കൂടുതലും കാണുന്നത് നമ്മുടെ സെൽ മെംബ്രെയിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഉള്ള സ്ട്രക്ചറിലാണ്, സെൽ മെംബ്രെയിനിലാണ് ഈ ലിപ്പിഡ്സിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പിസ്റ്റിലും മോട്ടാറൊക്കെ യൂസ് ചെയ്തിട്ട് സെൽസിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ സെൽ മെംബ്രെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ കാണുന്നത്. അവരത് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ആസിഡ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള വെസിക്കിൾസ് ആയിട്ട് മാറും. ആ സെൽ മെംബ്രെയിൻ്റെ ഫ്രാക്ഷൻസിൻ്റെ ഒപ്പം തന്നെ ഇവർ ചേർന്ന് ഒരു ആസിഡ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള വെസിക്കിൾസ് ആയിട്ട് മാറും. അങ്ങനെ ആ വെസിക്കിൾസ് നമുക്ക് എന്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, എന്തിൽ കളക്ട് ചെയ്യാൻ പറ്റില്ല, ആസിഡ് ഇൻസൊല്യൂബിൾ പൂളിൽ, ആസിഡ് സൊല്യൂബിൾ പൂളിൽ കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ആസിഡ് ഇൻസൊല്യൂബിൾ പൂളിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ലിപ്പിഡ്സിനെ ആസിഡ് ഇൻസൊല്യൂബിൾ പൂളിൽ കാണുന്നതും അവരെ സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ക്ലിയർ? നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെല്ലിനുള്ളിലുള്ള ആവറേജ് കോമ്പോസിഷൻ, സെല്ലിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് വാട്ടറിന്റെ കമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 70 to 90% സെല്ലിനുള്ളിൽ എന്താണ്, വാട്ടർ ആണുള്ളത്. പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ 10 to 15% പ്രോട്ടീൻ ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് 3% ഉണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് 5 to 7%, ബാക്കിയുള്ള അയോൺസ് 1% ആണ് കാണുന്നത്. ഇതാണ് സെല്ലിനുള്ളിലെ കോമ്പോസിഷൻ, അതായത് മോളിക്യൂൾസിന്റെ കോമ്പോസിഷൻ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ബയോമാക്രോ മോളിക്യൂൾസിലെ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ബയോമൈക്രോ മോളിക്യൂൾസ് പറഞ്ഞപ്പോൾ അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അമിനോ ആസിഡ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിന് എന്താണ്, ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതായത് കുറേ അമിനോ ആസിഡ്സ് ചേർത്തിട്ടാണ് എന്തുണ്ടാകുന്നത്, ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ് ആർ heteropolymers of amino acids. Proteins are heteropolymers of amino acids എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ heteropolymer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് അമിനോ ആസിഡ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് പോളിമേഴ്സ് ആയിരിക്കും. എല്ലാ അമിനോ ആസിഡും സെയിം ആയിരിക്കില്ല. ഒരു പ്രോട്ടീനിലെ എല്ലാ അമിനോ ആസിഡും എന്താവില്ല, സെയിം ആവില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് അലനൈൻ ആണെങ്കിൽ ഒന്ന് വാലൈൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് അമിനോ ആസിഡ്സ് ചേർത്ത് വെച്ചിട്ടാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടീൻസ് ആർ heteropolymers of amino acids എന്ന് പറയുന്നത്. And they are polypeptides. പ്രോട്ടീൻസ് എന്താണ്, പോളിപെപ്റ്റൈഡ്സ് ആണ് എന്ന് പറയാൻ കാരണം ഓരോ അമിനോ ആസിഡ്സും, ഇതൊക്കെ ഓരോ അമിനോ ആസിഡ്സ് ആണ്, ഓരോ അമിനോ ആസിഡ്സും ചേർത്ത് വെച്ചിട്ടുള്ളത് പെപ്റ്റൈഡ് ബോൺസ് വഴിയാണ്. കുറേ പെപ്റ്റൈഡ് ബോൺസ് ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് വൈ ദേ ആർ നോൺ ആസ് പോളിപെപ്റ്റൈഡ്സ്. സോ പ്രോട്ടീൻസ് ആർ heteropolymers of amino acids because the protein consists of different types of amino acids, and they are polypeptides because the linear chain of amino acids are linked by peptide bonds, and these peptide bonds are formed when the carboxyl group of one amino acid join with the amino group of another amino acids, and that results in the release of one molecule of water. നോക്കൂ, ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് അമിനോ ആസിഡിന്റെ കാർബോക്സൈൽ ഗ്രൂപ്പും അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്തുണ്ടാവും, വൺ മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് റിലീസ്. അതായത് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോകുന്നത്. ആ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വാട്ടർ മോളിക്യൂൾ അവിടെ റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഫസ്റ്റ് അമിനോ ആസിഡ്, ഇത് സെക്കൻഡ് അമിനോ ആസിഡ്. ഫസ്റ്റ് അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പാണ് ഈ കാണുന്നത്, സെക്കൻഡ് അമിനോ ആസിഡിന്റെ കാർബോക്സൈൽ ഗ്രൂപ്പാണ് ഈ കാണുന്നത്. ഈ അമിനോ ഗ്രൂപ്പും ഈ കാർബോക്സൈൽ ഗ്രൂപ്പും നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക. അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ H2O, ഒരു വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. ക്ലിയർ? ഇനി പ്രോട്ടീൻസിന്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. പ്രോട്ടീൻസ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് അറിയുന്ന ഒരു ഹെൽപ്പ് എന്താ വെച്ചാൽ പ്രോട്ടീൻ ഉണ്ടെങ്കിലേ നമുക്ക് ഗ്രോത്ത് പോസിബിൾ ആവുള്ളൂ, അല്ലേ? നമ്മുടെ വളർച്ചയ്ക്ക് എന്ത് വേണം, പ്രോട്ടീൻസ് വേണം. സോ പ്രോട്ടീൻ ഫോർ ഗ്രോത്ത് ആൻഡ് ടിഷ്യൂ റിപ്പയർ, ഗ്രോത്തിനും അതേപോലെ തന്നെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാനും ആര് വേണം, പ്രോട്ടീൻ വേണം. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് അക്രോസ് സെൽ മെംബ്രെയിൻ. അതായത് ചില പ്രോട്ടീൻസ് കാരിയർ പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്.
കാരിയർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സെൽ മെംബ്രെയിൻ ഇതാന്ന് വിചാരിച്ചു. ഈ സെൽ മെംബ്രെയിനിന്ന് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്ക് പോകണം, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് കടക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെ കടക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് ഒറ്റയ്ക്ക് പറ്റണമെന്നില്ല. ഇവർക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ചില പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് വേണം. ആ പ്രോട്ടീൻസിൻ്റെ ഉള്ളിലൂടെ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ കാരിയർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാരിയർ പ്രോട്ടീനാണ് ഇത് GLUT4 എന്ന് പറയുന്നത്. ദാറ്റ് എനേബിൾസ് ദി ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു സെൽ. സെല്ലിനെ ഗ്ലൂക്കോസിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാരിയർ പ്രോട്ടീനാണ് ആര്, GLUT4 എന്ന് പറയുന്നത്. സോ ദേ ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ. എക്സാമ്പിൾ GLUT4 which enables the glucose transport into cell. ഇനി തേർഡ് ഫംഗ്ഷൻ പറയുന്നത് ദേ ആക്ട് ആസ് ആൻ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഇന്റർസെല്ലുലാർ ആയിട്ടുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആര് ആക്ട് ചെയ്യും, ഈ പ്രോട്ടീൻ ആക്ട് ചെയ്യും. എക്സാമ്പിൾ ആണ് കൊളാജൻ എന്ന് പറയുന്നത്. ആൻഡ് സം ഓഫ് ദ പ്രോട്ടീൻ ആക്ട് ആസ് ആന്റിബോഡീസ്. ചില പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ആന്റിബോഡീസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ആന്റിബോഡീസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ആന്റിജൻസുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാം അല്ലേ. അതായത് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള പാത്തജൻസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് ആ ഒരു ആന്റിബോഡീന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേ ആക്ട് ആസ് ആന്റിബോഡീസ് ടു ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഓർഗാനിസം. അതേപോലെ തന്നെ ചില പ്രോട്ടീൻസ് റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സെൽസിൻ്റെയും അതേപോലെ തന്നെ ഹോർമോൺ ഗ്ലാൻസിൻ്റെ ഒക്കെ സർഫസിലായിട്ട് റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. സോ ദേ ആക്ട് ആസ് റിസപ്റ്റേഴ്സ് ലൈക്ക് റിസപ്റ്റേഴ്സ് ഓഫ് സ്മെൽ, ടേസ്റ്റ് ആൻഡ് ഹോർമോൺസ്. സോ സം ഓഫ് ദ പ്രോട്ടീൻസ് ആക്ട് ആസ് receptors like the receptors of smell, taste and hormones. And some are hormones. ചില പ്രോട്ടീൻസ് എന്താണ്, ഹോർമോൺസ് ആണ് അല്ലേ. ചില പ്രോട്ടീൻസ് ഹോർമോൺസ് ആണ്. എക്സാമ്പിൾ ആണ് ഇൻസുലിൻ. ചിലത് എൻസൈംസ് ആയിരിക്കും. ചില പ്രോട്ടീൻസ് എൻസൈംസ് ആണ്. അപ്പോൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എൻസൈംസ് ആണ്. എക്സാമ്പിൾ ആണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. ചിലത് പിഗ്മെന്റ്സ് ആയിരിക്കും. ഹീമോഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ. അതെന്താണ്, ഒരു പിഗ്മെന്റ് ആണ്. നമ്മളുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് അത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ എന്താണ്, ഒരു പിഗ്മെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രോട്ടീന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോത്തിനും അതേപോലെ തന്നെ ടിഷ്യൂ റിപ്പയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാരിയർ പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ടും അതേപോലെ തന്നെ ആന്റിബോഡീസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ചിലത് സെൽ റിസപ്റ്റേഴ്സ് ആയിട്ടും ചിലത് ഹോർമോൺസ് ആയിട്ടും എൻസൈംസ് ആയിട്ടും അതേപോലെ തന്നെ പിഗ്മെന്റ്സ് ആയിട്ടും ആര് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ്. ഇനി പറയുന്നത് നമ്മളുടെ പ്രോട്ടീൻസിന്റെ തന്നെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നാണ്. നമ്മുടെ ആനിമൽ വേൾഡിലെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊളാജൻ ആണ്. സോ ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ് ഈസ് കൊളാജൻ. കൊളാജൻ ആണ് ആനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ നമ്മുടെ ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്, റുബിസ്കോ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. അതൊരു പ്ലാന്റ് പ്രോട്ടീനാണ്. പ്ലാന്റിൽ കാണുന്ന പ്രോട്ടീനാണ് റുബിസ്കോ എന്ന് പറയുന്നത്. സോ ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ബയോസ്ഫിയർ, നമ്മുടെ മൊത്തം ബയോസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്, റുബിസ്കോ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിഡേസ് എന്ന് പറയുന്നതാണ് റുബിസ്കോന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രോട്ടീന്റെ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന് 4 ലെവൽസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ തന്നെ ക്വാട്ടേണറി സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ 4 ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ് ആർക്കുള്ളത്, നമ്മുടെ പ്രോട്ടീനുള്ളത്. അപ്പോൾ പ്രോട്ടീനിന്റെ 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചർ ആണ്. പ്രൈമറി സ്ട്രക്ചറിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, ഓരോ അമിനോ ആസിഡ്സ് ചേർത്ത് വെച്ചിട്ട് ഉള്ള ഒരു പ്രോട്ടീൻ. അമിനോ ആസിഡ്സ് ചേർത്ത് വെച്ചിട്ട് അതിന്റെ ലീനിയർ സ്ട്രക്ചർ ആണ് എന്ത്, നമ്മളുടെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ലീനിയർ ആണ്, ഒരു സിംഗിൾ ലൈനിൽ കാണുന്നതായിരിക്കും. ഒരു അമിനോ ആസിഡ്സ് നോക്കി നോക്കും, അമിനോ ആസിഡ് പെപ്റ്റൈഡ് ബോണ്ട്, അമിനോ ആസിഡ് പെപ്റ്റൈഡ് ബോണ്ട്, അമിനോ ആസിഡ് അങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ഇതിൽ കാണാം, ഈ പ്രൈമറി സ്ട്രക്ചറിൽ കാണാം. സോ ഇറ്റ് ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. ഇറ്റ് ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. അത് കൂടാതെ ഇതിന്റെ പൊസിഷണൽ ഇൻഫോർമേഷൻ കൂടി പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് കാണുന്ന അമിനോ ആസിഡിനെ എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്നാണ് പറയുക. ഫസ്റ്റ് വരുന്ന അമിനോ ആസിഡിനെ എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്നും ലാസ്റ്റ് വരുന്ന അമിനോ ആസിഡിനെ സി ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയും.
അപ്പോൾ ഫസ്റ്റ് വരുന്ന അമിനോ ആസിഡ് എൻ ടെർമിനൽ അമിനോ ആസിഡും ലാസ്റ്റ് വരുന്ന അമിനോ ആസിഡ് സി ടെർമിനൽ അമിനോ ആസിഡും. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ക്ലിയർ? ഇനി സെക്കൻഡറി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ ഹെലിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ ഷീറ്റ് ഫോമിലായിരിക്കും കാണുന്നുണ്ടാവുക. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ചേർന്നിട്ടാണ് secondary structure form here. So secondary structure consists of one or more polypeptide chains and they are folded in a form of a helix. ഒരു ഒന്നോ അതിൽ കൂടുതലോ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഫോം ചെയ്തിട്ടാണ് കമ്പൈൻ ചെയ്തിട്ടാണ് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാവുക. അത് ഒന്നെങ്കിൽ എന്ത് ഫോമിലായിരിക്കും കാണുക? ഹെലിക്സ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഒരു ഹെലിക്സ് പോലെ ഫോൾഡ് ചെയ്തിട്ട് ഹെലിക്കൽ ഷേപ്പിലായിരിക്കും കാണുന്നുണ്ടാവുക. ഈ ഹെലിക്സ് എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് ഹാൻഡ് ഫാഷനിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ? ഫോൾഡ് ചെയ്യുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാത്രമേ ഫോൾഡിങ് നടക്കുള്ളൂ, അല്ലാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എന്തില്ല? ഫോൾഡിങ് ഇല്ല. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. അവർ ഫോൾഡഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാവുക ഇൻ ദ ഫോം ഓഫ് helix. That folding is only in right hand fashion. Example keratin and fibrin. Keratin എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ കാണുന്ന പ്രോട്ടീൻ ആണ് കെരാറ്റിൻ. അപ്പോൾ കെരാറ്റിന്റെ സ്ട്രക്ചർ ഏതാ? സെക്കൻഡറി സ്ട്രക്ചർ ആണ്. പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചർ ആയിട്ടാണ് നമ്മുടെ കെരാറ്റിൻ കാണുന്നത്. അതേപോലെ തന്നെ ഫൈബ്രോയിൻ എന്ന് പറയുന്നത് സിൽക്കിൽ കാണുന്നതാണ്. സിൽക്ക് ഫൈബർ ഉണ്ടല്ലോ, അതാണ് ഫൈബ്രോയിൻ എന്ന് പറയുന്നത്. ഈ ഫൈബ്രോയിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറയും. ഒരു ഷീറ്റ് പോലെ ആയിട്ടാണ് കാണുന്നത്. ഇതാണ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് സെക്കൻഡറി സ്ട്രക്ചറിൽ രണ്ട് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ആൽഫ ഹെലിക്സും ഒന്ന് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റും. അപ്പോൾ ആൽഫ ഹെലിക്സ് ആണെങ്കിൽ അത് കെരാറ്റിൻ ആണ്. ആൽഫ ഹെലിക്സിന് എക്സാമ്പിൾ കെരാറ്റിൻ ആണ്. അവർ ഹെലിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. അതിന് എക്സാമ്പിൾ കെരാറ്റിൻ എന്ന് പറഞ്ഞു. ഇനി ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് ആണെങ്കിൽ ഒരു ഷീറ്റ് ഫോം പോലെ ആയിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക? അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഷീറ്റ് പോലെ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. നോക്കി നോക്കൂ അല്ലേ? അങ്ങനെ കാണുന്നതിനെയാണ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആണ് ഇത് ഫൈബ്രോയിൻ ഓർ സിൽക്ക് ഫൈബർ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീന്റെ ടെർഷ്യറി സ്ട്രക്ചർ നോക്കുകയാണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സെക്കൻഡറി സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഹെലിക്കൽ ഷേപ്പിൽ മാത്രമേ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ അല്ലെ? ആ ഹെലിക്കൽ ഷേപ്പിലുള്ള ആ സെക്കൻഡറി സ്ട്രക്ചർ ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു മുള്ളൻ ബോൾ പോലെ കാണുന്നതിനെയാണ് എന്തെന്ന് പറയാ? ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയും. ആ ടെർഷ്യറി സ്ട്രക്ചറിന് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ബയോളജിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് ഫങ്ഷൻസ് ആര് ചെയ്യുന്നുണ്ട്? ഈ ടെർഷ്യറി പ്രോട്ടീൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എൻസൈംസ്, അതേപോലെ തന്നെ മയോഗ്ലോബിൻ. ഇതൊക്കെ എന്തിനാണ്? മസിൽസിൽ കാണുന്ന പ്രോട്ടീനാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടെർഷ്യറി സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. അതായത് പ്രോട്ടീന്റെ ടെർഷ്യറി സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് മയോഗ്ലോബിൻ ഒക്കെ. സോ here the helical polypeptide chain is further fold like a hollow woolen ball. ഒരു hollow woolen ball പോലെ ആയിട്ടാണ് ആര് കാണുക? നമ്മളുടെ tertiary structure കാണുക. ഇതാണ് tertiary structure എന്ന് പറയുന്നത്. And it gives a 3D view. ഒരു 3D view ആണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. Tertiary structure is necessary for many biological activities of proteins. Example ആണ് ഇത് myoglobin and enzymes. മയോഗ്ലോബിനും എൻസൈംസും ആണ് അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്വാട്ടേണറി സ്ട്രക്ചർ. നമ്മുടെ പ്രോട്ടീന്റെ ലാസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വാട്ടേണറി സ്ട്രക്ചർ ആണ്. കാരണം പ്രോട്ടീന്റെ ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ ക്വാട്ടേണറി സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്? ഒരു ക്വാട്ടേണറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഈ ക്വാട്ടേണറി സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ ഓരോ ചെയിൻസും ഓരോ സബ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ക്വാട്ടേണറി സ്ട്രക്ചർ. ഹീമോഗ്ലോബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. ആ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസും 4 സബ് യൂണിറ്റ്സ് ആണ്. ഹീമോഗ്ലോബിന്റെ 4 സബ് യൂണിറ്റ്സ് ആയിരിക്കും. അതിൽ 2 ആൽഫ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും, 2 ബീറ്റ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതായത് ഓരോ 2 ആൽഫ ഗ്ലോബിൻ ഉണ്ടായിരിക്കും, 2 ബീറ്റ ഗ്ലോബിൻ ഉണ്ടായിരിക്കും. അങ്ങനെ 4 ഗ്ലോബിൻ ചെയിൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? ഒരു ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനിന് 4 സ്ട്രക്ചർ ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി. ക്വാട്ടേണറി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. അതിൽ ഒരുപാട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ക്വാട്ടേണറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ആ ക്വാട്ടേണറി സ്ട്രക്ചറിൽ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിൻസും ഓരോ സബ് യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെ ഓരോ സബ് യൂണിറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സ്ട്രക്ചർ കാണുന്നത്. എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിൻ പറയുന്നത്.
ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, 2 ആൽഫ സബ് യൂണിറ്റും 2 ബീറ്റ സബ് യൂണിറ്റും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ പ്രോട്ടീനിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് കാണുന്നത്. പ്രൈമറി ഇങ്ങനെയായിരിക്കും, സെക്കൻഡറിയിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്, ബീറ്റ ബീറ്റ ഷീറ്റും അതേപോലെ തന്നെ ആൽഫ ഹെലിക്സും. ടെർഷ്യറി സ്ട്രക്ചർ ഇതാണ്, ക്വാട്ടേണറി സ്ട്രക്ചർ ആ കാണുന്നതാണ്. അപ്പോൾ ക്വാട്ടേണറി സ്ട്രക്ചറിൽ ഒന്നിൽ കൂടുതൽ ടെർഷ്യറി സ്ട്രക്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുന്നുണ്ടാവുക, ഈ ക്വാട്ടേണറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ടാവുക. അടുത്തത് നമ്മൾ നോക്കുന്നത് പോളിസാക്കറൈഡ്സിനെ കുറിച്ചിട്ടാണ്. പോളിസാക്കറൈഡ്സ് ആർ an example for a bio macro molecule. ഒരു ബയോ മാക്രോ മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. and these are polymers of sugars. ഷുഗേഴ്സിന്റെ പോളിമേഴ്സ് ആണ് ആര്, പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഷുഗർ അപ്പം എന്തായിരിക്കും, മോണോമർ ആണ്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഇറ്റ്സ് an example for a monomer. സിംഗിൾ ഷുഗർ ആണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ഗ്ലൂക്കോസുകൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, ഒരു അത് പോളിസാക്കറൈഡ്സ് ഒരു എന്തായിട്ട് മാറും, ഒരു പോളിസാക്കറൈഡ് ആയിട്ട് മാറും. അപ്പൊ ഈ പോളിസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഇൻസുലിൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ്. പോളിസാക്കറൈഡ്സിൽ ഒരു പക്ഷേ ഹോമോ പോളിസാക്കറൈഡ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹെറ്ററോ പോളിസാക്കറൈഡ്സ് ഉണ്ടായിരിക്കും. ഹോമോ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ സാക്കറൈഡ്സും എല്ലാ ഷുഗേഴ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു പോളിസാക്കറൈഡിൽ എല്ലാതും ചിലപ്പോൾ എന്തായിട്ട് മാറാം, ഗ്ലൂക്കോസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാതും ഫ്രക്ടോസ് ആവാം, അങ്ങനെ ഉള്ളതായിട്ട് വരാനുള്ള സാധ്യത. സോ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഹോമോ പോളിമർ ആണ് ആര്, സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതായത് കുറേ ഗ്ലൂക്കോസ്, വെറും ഗ്ലൂക്കോസ് മാത്രം ചേർത്ത് വെച്ചിട്ടാണ് ആരുണ്ടാകുന്നത്, സ്റ്റാർച്ച് ഉണ്ടാകുന്നത്. ലൈക്ക് ദാറ്റ് സെല്ലുലോസ്, സെല്ലുലോസ് ഈസ് ഓൾസോ എ ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. സെല്ലുലോസ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്, കുറേ ഗ്ലൂക്കോസുകൾ ചേർത്ത് വെച്ചിട്ടാണ് ആരുണ്ടാകുന്നത്, സെല്ലുലോസ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്ലൈക്കോജൻ, ദാറ്റ് ഈസ് ഓൾസോ എ ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസുകൾ ചേർത്ത് വെച്ചിട്ടാണ് ആരുണ്ടായിട്ടുള്ളത്, ഈ ഗ്ലൈക്കോജൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവരുടെയൊക്കെ ഗ്ലൂക്കോസിന്റെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും, എല്ലാതും സെയിം നമ്പർ ആവണമെന്നില്ല, മനസ്സിലായോ? ഇനി ഇനുലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോമോ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ ഹോമോ പോളിമർ ആണ് ആര്, ഇനുലിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സീൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണ് ഈ ഇനുലിനെ കാണുന്നത്. ക്ലിയർ ആണല്ലോ? ചില പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആയിരിക്കും. അതായത് ഈ സാക്കറൈഡ്സ് അല്ലാതെ അല്ലെങ്കിൽ ഈ ഷുഗേഴ്സ് അല്ലാതെ അതിൽ എക്സ്ട്രാ ചില ഗ്രൂപ്പുകളും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഷുഗേഴ്സിന്റെ കൂടെ എക്സ്ട്രാ ഗ്രൂപ്പുകൾ ഉള്ള പോളിസാക്കറൈഡ്സിനെയാണ് എന്ന് പറയാം, കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് ആണ് ആര്, ഗ്ലൂക്കോസമൈൻ, അതേപോലെ തന്നെ N-അസറ്റൈൽ ഗാലക്ടോസമൈൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, കോംപ്ലക്സ് പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ്. കാരണം അവരുടെ കൂടെ ഒരു എക്സ്ട്രാ അമിനോ ഷുഗർ ഉണ്ടായിരിക്കും, അതായത് അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒരു അമിനോ ഗ്രൂപ്പും അതേപോലെ തന്നെ ഷുഗറും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ഇത് അമിനോ ഷുഗർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഗ്ലൂക്കോസമൈൻ. ഗ്ലൂക്കോസമൈനിൽ വെറും ഗ്ലൂക്കോസ് മാത്രമല്ല, അതിൽ ആരുണ്ടായിരിക്കും, അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ N-അസറ്റൈൽ ഗാലക്ടോസമൈൻ, അതും എന്തിന് എക്സാമ്പിൾ ആണ്, കോംപ്ലക്സ് പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ്. സോ കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആർ ഫോംഡ് ഓഫ് അമിനോ ഷുഗർ. Complex polysaccharides are formed of amino sugar. And chitin is an example for homopolymer of N-acetyl glucosamine. N-acetyl glucosamine ന്റെ homopolymer ആണ് ആര്, chitin എന്ന് പറയുന്നത്. അതായത് കുറേ N-acetyl glucosamines ചേർത്ത് വെച്ചിട്ടാണ് ആരുണ്ടാവുന്നത്, chitin ഉണ്ടാവുന്നത്. chitin എന്ന് പറയുന്നത് നമ്മളുടെ ആർത്രോപോഡ്സിന്റെ ഒക്കെ എക്സോസ്കെലറ്റൺ ഉണ്ടല്ലോ, ആ എക്സോസ്കെലറ്റൺ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, chitin കൊണ്ടാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സോസ്കെലറ്റനെ കുറിച്ചിട്ട് ഇല്ലേ, ആർത്രോപോഡ്സിന് എക്സോസ്കെലറ്റൺ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ആ എക്സോസ്കെലറ്റൺ എന്ന് പറയുന്നത് chitinous എക്സോസ്കെലറ്റൺ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ്, that chitin is a homopolymer of N-acetyl glucosamine. N-acetyl glucosamine ഹോമോപോളിമർ ആണ് ആര്, chitin. അതായത് ഒരുപാട് N-acetyl glucosamine ചേർത്ത് വെച്ചിട്ടാണ് ആരുണ്ടാവുന്നത്, chitin ഉണ്ടാവുന്നത്. And that is seen in the exoskeleton of arthropods and fungal cell wall. Okay, ഇനി നമ്മൾ പറയുന്നത് ഗ്ലൈക്കോഅസിഡിക് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. ഗ്ലൈക്കോഅസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്ലൂക്കോസുകൾ തമ്മിലുള്ള ലിങ്കേജ് ആണ് ഗ്ലൈക്കോഅസിഡിക് ബോണ്ട്സ് എന്ന് പറയുന്നത്. രണ്ട് ഗ്ലൂക്കോസുകൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലൈക്കോഅസിഡിക് ബോണ്ട് ആണ്. അതായത് ഇത് ഫസ്റ്റ് ഗ്ലൂക്കോസ് ആണ്, അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് സാക്കറൈഡ് ആണ്, ഫസ്റ്റ് ഷുഗർ ആണ്, ഇത് സെക്കൻഡ് ഷുഗർ ആണ്. ഈ ഫസ്റ്റ് ഷുഗറിന്റെ കാർബണിലുള്ള OH ഗ്രൂപ്പും സെക്കൻഡ് ഷുഗറിന്റെ കാർബണിലുള്ള OH ഗ്രൂപ്പും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഷുഗറിലെ OH ഗ്രൂപ്പും സെക്കൻഡ് ഷുഗറിലെ OH ഗ്രൂപ്പും തമ്മിലാണ്
ബോണ്ട് ഫോം ചെയ്യുക. ആ ബോണ്ട് ഫോം ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് 1 മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. ആ ബോണ്ടിനെയാണ് എന്ന് പറയാം ഗ്ലൈക്കോ ആസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും എന്താണ്, ഒരു ഷുഗേഴ്സ് ആണ് അല്ലെങ്കിൽ മോണോസാക്രൈഡ്സ് ആണ്. ആ മോണോസാക്രൈഡ്സ് തമ്മിലുള്ള ലിങ്കേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോ ആസിഡിക് ബോൺസ് വഴിയാണ്. ഗ്ലൈക്കോ ആസിഡിക് ബോൺസിൽ ഫസ്റ്റ് കാർബണിലെ OH ഗ്രൂപ്പും ഫസ്റ്റ് ഷുഗറിലെ OHും അതേപോലെ തന്നെ സെക്കൻഡ് ഷുഗറിലുള്ള OHും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ഫോം ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് 1 മോളിക്യൂൾ വാട്ടർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് പോകും. സച്ച് കൈൻഡ് ഓഫ് ബോണ്ട് ഈസ് നോൺ ആസ് glycoacidic bond, and that is seen in polysaccharides. So it is the bond formed when individual monosaccharides are linked between two carbon atoms by dehydration. ഇത് ഗ്ലൈക്കോജന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് കാണിക്കുന്നത്. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുറേ ഗ്ലൂക്കോസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഗ്ലൈക്കോജൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നോക്കുക, ഇതൊക്കെ ഗ്ലൂക്കോസ് ആണ്. ഇവിടെയൊക്കെ ഇവർ തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലൈക്കോജന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി പോളിസാക്കറൈഡ്സും ചില പെർട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ സ്റ്റാർച്ചിനുള്ളത്. സ്റ്റാർച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് എ ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ. സ്റ്റാർച്ചിന് ഒരു ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ ആണുള്ളത്. സോ സ്റ്റാർച്ച് ഫോംസ് ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ക്യാൻ ഹോൾഡ് അയഡിൻ മോളിക്യൂൾ ഇൻ ദ ഹെലിക്കൽ പോർഷൻസ്. ഈ ഓരോ ഹെലിക്സിലും അതിന് ആരെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്, അയഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റാർച്ചിന്റെ സ്ട്രക്ചറാണ്, ഇത് ഹെലിക്കൽ സ്ട്രക്ചർ ആണല്ലോ. ഈ സ്റ്റാർച്ചിന്റെ ഈ ഹെലിക്കൽ സ്ട്രക്ചർ ഓരോ ഹെലിക്സിലും ഇതിനെ ആരാ ഹോൾഡ് ചെയ്യാം, അയഡിൻ മോളിക്യൂളിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് അവർ എന്ത് കളർ ഫോം ചെയ്യുന്നത്, ബ്ലൂ കളർ ഫോം ചെയ്യുന്നത്. സോ സ്റ്റാർച്ച് ഫോം ഹെലിക്കൽ secondary structure and it can hold iodine molecule in the helical portion and giving a blue color. നമ്മൾ സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അയഡിൻ ടെസ്റ്റ്. സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് അയഡിൻ ടെസ്റ്റ് ആണ്. അതായത് സ്റ്റാർച്ചിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ, അൺനോൺ ആയിട്ടുള്ള സൊല്യൂഷൻ സ്റ്റാർച്ച് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഡ്രോപ്പ് അയഡിൻ ഒഴിക്കുക. അങ്ങനെ അയഡിൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ബ്ലാക്ക് കളറിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം അതെന്താണ്, അത് സ്റ്റാർച്ച് ആണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർച്ച് ആയതുകൊണ്ടാണ് ഒരു ബ്ലൂ കളർ അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇനി സെല്ലുലോസിന്റെ കേസിൽ എന്താ പ്രശ്നം, സെല്ലുലോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നുമല്ല. ഒരു ഹെലിക്കൽ സ്ട്രക്ചർ അല്ല ആർക്കുള്ളത്, സെല്ലുലോസിനുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല, അയഡിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് കളർ ഉണ്ടാവുന്നില്ല, ബ്ലൂ കളർ ഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കാം, സ്റ്റാർച്ചും സെല്ലുലോസും ഗ്ലൂക്കോസിന്റെ ഹോമോപോളിമർ ആണ് അല്ലെ, രണ്ടും ഗ്ലൂക്കോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, രണ്ടും ഗ്ലൂക്കോസിന്റെ ഹോമോപോളിമേഴ്സ് ആണ്. പക്ഷെ രണ്ടും ഹോമോപോളിമർ ആയിട്ടും സ്റ്റാർച്ചിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈ ബ്ലൂ കളർ ഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആർക്ക് പറ്റുന്നില്ല, സെല്ലുലോസിന് ഫോം ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താണെന്ന് പറഞ്ഞത്, സ്റ്റാർച്ചിന് അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഹെലിക്സിലൊക്കെ തന്നെ അതിനെ ആരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും, അയഡിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ആർക്ക്, സ്റ്റാർച്ചിന് ബ്ലൂ കളർ ഫോം ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ? അപ്പൊ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷുഗേഴ്സ്, അതായത് ഒരുപാട് മോണോസാക്കറൈഡ്സ് ചേർന്നിട്ടാണ് ഒരു പോളിസാക്കറൈഡ് ഉണ്ടാവുക. പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, അതേപോലെ തന്നെ കൈറ്റിൻ. അതൊക്കെ പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ്. ചിലത് കോംപ്ലക്സ് ആയിട്ടുള്ള സാക്കറൈഡ്സ് ഉണ്ടാവാറുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് അമൈൻ എന്ന് പറയുന്നത്, N-acetyl ഗ്ലൂക്കോസ് അമൈൻ. അതൊക്കെ എന്തിനാണ് എക്സാമ്പിൾ ആണ്, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റാർച്ചിന്റെയും അതേപോലെ തന്നെ സെല്ലുലോസിന്റെയും സ്ട്രക്ചർ പറഞ്ഞു. ഇതൊക്കെയാണ് പോളിസാക്കറൈഡ്സിന്റെ കേസിൽ പറയുന്നത്. അതേപോലെ തന്നെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് ഒരു ബയോ മാക്രോ മോളിക്യൂൾ ആണ്. ആ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എൻസൈംസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും താങ്ക് യു.